കർഷക സമരത്തിന് നേതൃത്വം കൊടുത്തിരുന്ന രാകേഷ് ടിക്കായത്തിനെ നമ്മൾ ആരും മറന്നു കാണില്ല. പാകിസ്ഥാനെ പിന്തുണച്ചതുകൊണ്ട് രാകേഷ് ടിക്കായത്തിനെ പ്രതിഷേധ വേദിയിൽ നിന്നും അവിടെയുള്ള ഭാരതീയർ അടിച്ചോടിച്ചിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഈ രാകേഷ് ടിക്കായത്ത് എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെ ആഭ്യന്തര ശത്രു പാകിസ്ഥാൻ ഇന്ത്യ വെള്ളം തടഞ്ഞപ്പോൾ പാകിസ്ഥാന് വെള്ളം തടയരുത് എന്ന് പറഞ്ഞു പാകിസ്ഥാന്റെ കൂടെ നിന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വലിയ രീതിയിൽ വിവാദം സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് പൊതുനിരത്തിൽ പോലും ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ഇന്ത്യ ഇത്രയും വലിയൊരു പ്രതിസന്ധി നേരിടുമ്പോൾ ഇന്ത്യയുടെ കൂടെ നിൽക്കാതെ പാകിസ്ഥാന്റെ കൂടെ നിൽക്കുന്ന ആൾ എന്ന രീതിയിൽ രാകേഷ് ടിക്കായത്ത് കഴിഞ്ഞ ദിവസം പ്രതിഷേധ റാലിയിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ രാകേഷ് ടിക്കായത്തിനെ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണിക്കാനായി മാക്സിമം ശ്രമിക്കും. കാരണം ദൃശ്യങ്ങൾ കാണിക്കുമ്പോൾ കോപ്പിറൈറ്റ് വരും. പോരാത്തതിന് അതിൽ വയലൻസ് ഉള്ളത് കൊണ്ട് തന്നെ ആ ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കാൻ കഴിയുമോ എന്നറിയില്ല. എങ്കിലും നമ്മളത് മാക്സിമം ശ്രമിക്കുമെന്നുള്ളതാണ്. എന്തായാലും വെള്ളിയാഴ്ച മുസാഫർ നഗറിൽ നടന്ന പൊതുജന പ്രതിഷേധ റാലിയിൽ ഒരു ബഹളമുണ്ടായി. കർഷക നേതാവ് രാകേഷ് ടിക്കായത്തിന്റെ തലയിൽ ഒരു പതാക എടുത്ത് തലമണ്ട അടിച്ചു പൊട്ടിക്കുകയായിരുന്നു അവിടെയുള്ള ആൾക്കാർ എന്നുള്ളതാണ്. അതിനുശേഷം ഉന്തും തള്ളും ആരംഭിച്ചു. ഇതിനിടയിൽ രാകേഷ് ടിക്കായത്തിന്റെ തലപ്പാവ് ഊരി എറിയുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നതാണ്. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ ഓടി വന്ന് രാകേഷ് ടിക്കായത്തിനെ പിന്നീട് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടു. പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് സിവിൽ ലൈൻസ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ടൗൺ ഹാൾ ഗ്രൗണ്ടിൽ പൊതുജന പ്രതിഷേധ റാലി സംഘടിപ്പിച്ചിരുന്നു. 168 ചെറുതും വലുതുമായ ഹിന്ദു സംഘടനകളിൽ നിന്നുള്ളവരെ ഇതിൽ ഉൾപ്പെടുത്തി. റാലിയെ പിന്തുണച്ച് വിപണികളും അടഞ്ഞുകിടന്നു. ഉച്ച കഴിഞ്ഞ് ധാരാളം ആളുകൾ മൈതാനത്ത് തടിച്ചുകൂടി. വൈകുന്നേരം 5:30 രാകേഷ് ടിക്കായത്ത് റാലിയിലെത്തിയപ്പോൾ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം ആരംഭിച്ചു. പാകിസ്ഥാനിലേക്കുള്ള വെള്ളം തടയുന്നത് ശരിയല്ലെന്ന് രാകേഷ് ടിക്കായത്തിന്റെ മൂത്ത സഹോദരൻ നരേഷ് ടിക്കായത്ത് പ്രസ്താവന നടത്തിയത് ഇയാൾ പിന്തുണച്ചിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും കർഷകർ ഒരുപോലെയാണ്. ഈ പ്രസ്താവനയിൽ ആളുകൾ രോഷാകുലരായി. അതുകൊണ്ട് രാകേഷ് ടിക്കായത്തിനെതിരെ ആളുകൾ കമ്പും കുറുവടിയും എടുത്ത് ഇറങ്ങി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് പൂർണ്ണമായും മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു ഗൂഢാലോചനയാണെന്നാണ് രാകേഷ് ടിക്കായത്ത് പറയുന്നത്. ഇത് എന്നെ വധിക്കാനുള്ള ശ്രമമാണ് എന്നുള്ളത് രാകേഷ് ടിക്കായത്ത് ഇപ്പോൾ പറയുന്നുണ്ട്. എന്തായാലും കർഷക സമയത്ത് വലിയ ഗുമ്മൊക്കെ ഉണ്ടായിരുന്നു. വലിയ രാകേഷ് ടിക്കായത്ത് പറയുന്നത് കേൾക്കാൻ 10 ആൾ കൂടുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ പട്ടിയുടെ വില പോലും രാകേഷ് ടിക്കായത്തിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ടത്. പോരാത്തതിന് രാകേഷ് ടിക്കായത്ത് കർഷക സമരം നടത്തി വലിയ രീതിയിൽ വലിയ നേതാവായി എന്ന് പറയുമ്പോഴും ഈ രാകേഷ് ടിക്കായത്തിന്റെ സ്വന്തം മണ്ഡലത്തിൽ വിജയിച്ചിരിക്കുന്നത് BJP ആണ് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതോടുകൂടി രാകേഷ് ടിക്കായത്തിന്റെ ഏകദേശമുള്ള ഗ്യാസ് തീർന്നു എന്ന് അന്ന് തന്നെ നമ്മൾ വിലയിരുത്തിയതാണ്. ഇപ്പോൾ ഇതാ വീണ്ടും പുറത്തിറങ്ങിയപ്പോൾ ജനങ്ങൾ പൊതുവെ തല്ലി ഓടിക്കുകയാണ് രാകേഷ് ടിക്കായത്തിനെ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.